Hi all, welcome back to Lovable Psycho. Let me introduce myself very briefly. എൻ്റെ പേര് റിഷ്. ഇൻഫാക്ട് ഇറ്റ്സ് മൈ ഷോർട്ട് ഒഫീഷ്യൽ നെയിം ഇൻ ന്യൂസിലാൻഡ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോറി, അറൌണ്ട് 2 minutes, ബട്ട് ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് സെപ്പറേറ്റ്. മെനി താങ്ക്സ് ടു യൂട്യൂബ് ചാപ്റ്റേഴ്സ് ഫീച്ചർ. സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് ടു ദ മെയിൻ ടോപ്പിക്. ഞാനൊരു യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. ലൈക്സ്, മോണിറ്റൈസേഷൻ, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. കുറച്ച് നാൾ മുന്നേ വരെ ഐ യൂസ് ടു സ്പെൻഡ് ടൈം ടു ഹെൽപ്പ് മൈഗ്രൻസ് ഗെറ്റ് ദെയർ ഫസ്റ്റ് റോൾ. റീസെൻ്റ്ലി എനിക്ക് അത് ചെയ്യാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. സോ ഐ തോട്ട് ആസ് പാർട്ട് ഓഫ് മൈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് ടു ഹെൽപ്പ് മൈ ഫെലോ ഫ്രണ്ട്സ് ആൻഡ് മൈഗ്രൻസ് ആൻഡ് ദെയർ ഫ്രണ്ട്സ്, ഞാൻ കരുതി ഐ വിൽ ഡു വീഡിയോസ് ഓഫ് എവറിത്തിങ് ദാറ്റ് മേ ഹെൽപ്പ് ജോബ് സീക്കേഴ്സ് ഹിയർ ഇൻ ന്യൂസിലാൻഡ് ആൻഡ് അറൗണ്ട് ദ വേൾഡ്. സോ എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസ് ആൻഡ് ഇൻസൈറ്റ്സ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയാൽ ഐ ബി മോർ ദാൻ ഹാപ്പി അബൌട്ട് ദിസ്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ഡിസ്കസിങ് അബൌട്ട് എ സിംഗിൾ ടോപ്പിക് ആൻഡ് purposefully kept brief because I feel it's better to talk about one thing at a time and give it the attention it deserves. Everything that I share here comes from my own job search and experience, continuous learning, research and commonly accepted industry practices. However, ഒരു കാര്യം മനസ്സിലാക്കുക, എവറി എംപ്ലോയർ, റിക്രൂട്ടർ, ഓർഗനൈസേഷൻ ആൻഡ് ഹയറിംഗ് പ്രോസസ് ഈസ് യുണീക്ക് ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രാക്ടസസ്, interview expectations and employment process can vary significantly across employers, industries and countries. So as a result, there is no single perfect approach that works for everyone. I always want to say this during job search. Take whatever that helps you and ignore whatever that doesn't, and always follow what suits your path. Every person is different, every situation is different as well, and their job search journey is very different. I am not claiming to have all the answers. These are experiences and insights shared with a genuine intention that they may help someone move closer to their goal. When you're listening to the audio anytime, ഞാൻ വിഷ്വൽസ് കൂടി കാണാൻ സജസ്റ്റ് ചെയ്യും, ബിക്കോസ് വിഷ്വൽസ് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആക്കും ആൻഡ് ദേ ആർ റിച്ച് ഇൻ ഇൻഫർമേഷൻ. ഈ വീഡിയോസിന് വേണ്ടിയുള്ള പ്ലാനിങ് ടൈമൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്. സോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഫൈനലി, ഇഫ് anyone wants to get in touch regarding anything, here is my email, write-to-rish.nz@gmail.com. So നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. മിക്കവാറുള്ള എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും ഞാനൊരു കാര്യം പറയാറുണ്ട്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അതല്ലെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാൻ മിക്കവാറുള്ള എല്ലാ വീഡിയോസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്, അതിനുവേണ്ടി നിങ്ങളൊരു മൈൻഡ് സെറ്റ് കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലൈക്ക് ജോബ് സെർച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ പ്രൊഫൈലിംഗ്. സോ പ്രൊഫൈലിങ്ങിനെ പറ്റി ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ പ്രൊഫൈലിംഗ് വീഡിയോനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. സാധാരണ എല്ലാ വീഡിയോസിലും പോലെ ഞാൻ ഒരുപാട് വിഷ്വൽസും കണ്ടൻറ്റും വെക്കുന്നത് പോലെ ഈ വീഡിയോസിൽ കണ്ടൻറ് ഒന്നും ഉണ്ടാവില്ല. ഈ വീഡിയോയിൽ വിഷ്വൽസ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പറയുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എനിക്ക് പോർട്രേ ചെയ്യേണ്ട. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ കണ്ടൻറ് നറേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈ ഐ ഡോണ്ട് വാണ്ട് ടു റിയലി ഡെപ്പിക്റ്റ് ഇറ്റ്. ഓൾ ഐ വാണ്ട് ഇസ് ഐ വാണ്ട് മൈ ഐഡിയ ടു ബി കൺവേഡ് പ്രോപ്പർലി. സോ ടു സ്റ്റാർട്ട് വിത്ത്, വാട്ട് ഇസ് പ്രൊഫൈലിംഗ്? പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് taking a step back and asking yourself, who am I professionally and how do I want employers to see me? So ഈ ഒറ്റ ക്വസ്റ്റനിൽ ഇൻവോൾവ്സ് ആൻസറിങ് മെനി അതർ ക്വസ്റ്റ്യൻസ് അല്ലേ. വാട്ട് റോൾസ് ഷുഡ് ഐ അപ്ലൈ ഫോർ? ലൈക്ക് ഷുഡ് ഐ പൊസിഷൻ മൈസെൽഫ് ആസ് എ ടെസ്റ്റ് അനലിസ്റ്റ്, ടെസ്റ്റ് മാനേജർ, ടെസ്റ്റ് ലീഡ്, അതല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് സ്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വാട്ട് എക്സ്പീരിയൻസ് ഷുഡ് ഐ ഷോക്കേസ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാ എക്സ്പീരിയൻസും ഡസൻറ്റ് റിയലി ബിലോങ് ടു യുവർ കരിയർ നറേറ്റീവ്. അതല്ലെങ്കിൽ എന്ത് പ്രോജക്റ്റ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് സ്കിൽസ് ആയിരിക്കണം ഞാൻ കൂടുതലും വെക്കേണ്ടത് ഫോർ ദ റോൾസ് ദാറ്റ് ഐ എം ട്രൈങ് ടു ടാർഗറ്റ്?
വാട്ട് ഇൻഡസ്ട്രീസ് ഷുഡ് ഐ ബി ഫോക്കസിങ് ഓൺ, ഞാൻ എന്ത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആയിരിക്കണം ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. ഹൗ ഡു ഐ എക്സ്പ്ലെയിൻ കരിയർ ഗ്യാപ്സ്. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ എല്ലാം കരിയറിൽ ചില സമയത്ത് നമുക്ക് മൈഗ്രേഷൻ, ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ്, സ്റ്റഡി, കരിയർ ബ്രേക്സ്, അങ്ങനെ പല റീസൺ കാരണം നമുക്ക് ഒരുപാട് കരിയർ ഗ്യാപ്സ് ഉണ്ടാവും. ഹൗ ക്യാൻ ഐ പ്രസൻറ്റ് ദാറ്റ് കോൺഫിഡൻ്റ്ലി ആൻഡ് ഹോണസ്റ്റ്ലി? സോ ഫൈനലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ കരിയർ നറേറ്റീവ്? How do I tell a consistent story about where I have been, what I have learned, where I am now, and where I want to go next? Profiling also means understanding what are my strengths, what makes me different from other candidates, which skills should I emphasize, which experiences should I reduce or remove, how do I position myself for the current job market. നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി നല്ലൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എവറിത്തിങ് എൽസ് ബിക്കംസ് ഈസിയർ. ഫോർ ഒരു ഈസിയർ തോട്ട് പ്രോസസ്സിന് വേണ്ടി ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ വിഷ്വലിൽ കാണിക്കുന്നുണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ദ വിഷ്വൽ സോ ദാറ്റ് യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ പറ്റിയൊക്കെ നല്ലൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യുവർ സി വി ബിക്കംസ് വെരി ക്ലിയറർ, ബിക്കോസ് യു ആർ ക്രിയേറ്റിംഗ് യുവർ സി വി ബേസ്ഡ് ഓൺ ദ ആൻസേഴ്സ് ദാറ്റ് യു ഹാവ് ഫൗണ്ട് ഫ്രം ദീസ് ക്വസ്റ്റ്യൻസ്, ആൻഡ് യുവർ കവർ ലെറ്റർ ബിക്കംസ് മോർ ഫോക്കസ്ഡ്. Your LinkedIn profile becomes very consistent, and your interview answers gets very aligned, and you become more confident answering it. So ഇനി പ്രൊഫൈലിങ്ങിലോട്ട് വരുമ്പോഴത്തേന് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ചില ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ വന്ന് ജോബ് സെർച്ച് ചെയ്യാൻ വരുമ്പോഴത്തേന് മേ ബി ആ ആൾക്ക് ചിലപ്പോൾ 20 years എക്സ്പീരിയൻസ് കാണും ഗൾഫിൽ. ആ ആൾ ഇവിടെ വന്ന് നേരെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും മറ്റൊരാൾക്ക് അയാളുടെ ആപ്ലിക്കേഷൻ കാണുമ്പോൾ എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? ന്യൂസിലാൻഡ് ഇസ് ലൈക്ക് എ മാർക്കറ്റ് ദാറ്റ് ഇസ് നോട്ട് ടു മെച്യൂർ. ഒരുപാട് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റാണത്. 20 വർഷമുള്ള ഒരു എംപ്ലോയി 5 വർഷമുള്ള ഒരു മാനേജറിന് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വി നീഡ് ടു പ്രൊഫൈൽ അവർ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലുള്ളതൊക്കെ കുറച്ച് കുറയ്ക്കുക, അതല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഡെപ്പിക്റ്റ് ചെയ്യുക. ഇനി ഒരുപാട് കൂടിപ്പോയെന്ന് കഴിയുന്ന കാര്യങ്ങളിലൊക്കെ വല്ല ഫാമിലി ബിസിനസ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയോ എന്തെങ്കിലും ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ കാണിച്ച് ബ്രേക്സ് ആക്കുക. എന്നിട്ട് നമ്മുടെ പ്രൊഫൈല് ഈ മാർക്കറ്റിന് അവർക്ക് ആവശ്യമാകുന്ന രീതിയിലേക്ക്, ഇപ്പോൾ ഈ മാർക്കറ്റ് ഞാൻ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. വോട്ട് യു മീൻ ബൈ എ 20 year എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ? ഹീ ഈസ് ലൈക്ക് സംബഡി വെരി ക്ലോസ് ടു ദ CEO അല്ലേ. ഹീസ് ഗോട്ട് 20 years ഓഫ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഹീ നോസ് എവറിത്തിങ്. പക്ഷേ അങ്ങനത്തെ ഒരാൾക്ക് ചിലപ്പോൾ ഈ മാർക്കറ്റിൽ ജോലി കിട്ടാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മൾ വേറെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പം ഇവിടെ നമുക്ക് ആദ്യം റിലവൻ്റ് ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റോൾസ് എവിടെയാണ് കിടക്കുന്നത്. ഇനി ഈ കിടക്കുന്ന റോൾസിലൊക്കെ അവർ ചോദിക്കുന്ന ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഷോക്കേസ് ചെയ്യേണ്ടത് മാത്രമേ നമ്മൾ ഷോക്കേസ് ചെയ്യാവൂ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും ഞാൻ വിഷ്വൽസിൽ വെക്കത്തില്ല എന്ന്. ഐ ജസ്റ്റ് വോണ്ട് ടു ടോക്ക് ത്രൂ ഇറ്റ്. നമ്മൾ വെക്കാൻ പാടുള്ളത് മാത്രം വെക്കുക. കുറച്ച് കൂടിപ്പോയ കാര്യങ്ങളൊക്കെ നമ്മൾ പറ്റുമെങ്കിൽ കുറച്ച് കുറയ്ക്കുക. നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ 4-5 ഡെസിഗ്നേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് പല ട്രാൻസിഷനായിട്ട് കാണിക്കുക. അപ്പം ഒറ്റ നോട്ടത്തിൽ ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഐ എം എ QA ലീഡ് വിത്ത് 15 years ഓഫ് എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേന് ഐ സൗണ്ട് ലൈക്ക് ടു മെച്യൂർ, ഐ സൗണ്ട് ലൈക്ക് ടു ഓവർ എക്സ്പീരിയൻസ്. ഇഫ് ഐ എം ഗോയിങ് ടു സേ ദാറ്റ് QA ലീഡ് വിത്ത് 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ലീഡിങ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കമ്പനീസ്. പക്ഷേ ആക്ച്വലി ബാക്കി 10 വർഷം ഞാൻ ടെസ്റ്റ് അനലിസ്റ്റ് ആയിട്ടുണ്ട്, അതെൻ്റെ CV കിടന്നോട്ടെ. സ്പഷ്ടമായിട്ട് 15 വർഷമൊന്നും പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് വാട്ട് യു കോൾ പ്രൊഫൈലിംഗ്. ഈ മാർക്കറ്റിന് വേണ്ട കാര്യങ്ങൾ, ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കി അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഇടേണ്ടത്. നമ്മൾ എങ്ങനെ നമ്മുടെ CV പോർട്രേ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ നമ്മൾ ആസ് എ പേഴ്സൺ നമ്മുടെ കരിയർ നറേറ്റീവ് എന്തായിരിക്കണമെന്നാണ് നമ്മൾ പ്രൊഫൈലിംഗിൽ കൂടെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളതൊരു നല്ലൊരു കഥ പോലെ നമ്മൾ റൈറ്റായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ആ തോട്ട് പ്രോസസ്സിൽ റൈറ്റ് ആയി കഴിഞ്ഞാൽ ആ തോട്ട് പ്രോസസ്സ് വെച്ച് നമുക്ക് CV ഉണ്ടാക്കാം. ആ CV വെച്ചിട്ട് നമുക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം.
നൗ ദാറ്റ് നമ്മുടെ കരിയർ നറേറ്റീവ് നമുക്ക് ഭയങ്കര ക്ലിയർ ആയതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കമ്പനീസ് ഏതാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടും അവർ കവർ ലെറ്റർ ബിക്കംസ് മോർ ഫോക്കസ്ഡ്. സോ സി ഹൗ കണക്റ്റഡ് ഇറ്റ് ഇസ്. ശരിയല്ല, ആദ്യം നമ്മൾ നമ്മുടെ പ്രൊഫൈലിങ്ങിലൂടെ വി അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ റിയലി ഗോയിങ് ടു ഡു. നമ്മൾ എങ്ങനെയാണ് നമ്മളെ പോർട്രേ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. അത് ബേസ് ചെയ്ത് CV ഉണ്ടാക്കുന്നു. CVനെ നേരെ ലിങ്ക്ഡിനുമായിട്ട് മാച്ചപ്പ് ചെയ്യുന്നു. ആൻഡ് നൗ വി സ്റ്റാർട്ട് റൈറ്റിംഗ് കവർ ലെറ്റർ. നൗ ദാറ്റ് വി ഹാവ് സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഫോർ ഇന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റോൾസിനൊക്കെ ചേരാൻ സാധ്യതയുള്ള പ്രൊജക്ട്സും അച്ചീവ്മെൻറ്റ്സും ഒക്കെ നമ്മൾ ബേസ് ചെയ്ത് സ്റ്റാർ സ്റ്റോറീസ് ഒക്കെ ഫോം ചെയ്യുന്നു. നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഇതിൻ്റെ പേരാണ് പ്രൊഫൈലിംഗ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള മാർക്കറ്റിൽ ജോബ് സെർച്ച് ചെയ്യുന്ന പോലെയല്ല ന്യൂസിലൻഡ് ജോബ് മാർക്കറ്റ്. ഇറ്റ്സ് എ ലിറ്റിൽ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതുകൊണ്ടാണ് വേറെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേന് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് അവരുടെ ഫസ്റ്റ് റോൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ബിക്കോസ് അവിടെ ജോബ് സെർച്ച് ചെയ്ത രീതി ഇവിടെ ചിലപ്പോൾ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ഇവിടുത്തെ ഇൻഡസ്ട്രിയുടെ മെച്യൂരിറ്റി ഒക്കെ നോക്കണം. ഈ ഇൻഡസ്ട്രിയിൽ എന്ത് ടൈപ്പ് ഓഫ് റോൾസാണ് എല്ലാവർക്കും വേണ്ടത്, ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ നോക്കണം. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്തിനാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കിൽസാണ് നമ്മൾ നമ്മുടെ CV ഷോക്കേസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു നല്ലൊരു കരിയർ നറേറ്റീവ് കിട്ടും. ആ കരിയർ നറേറ്റീവ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ CV ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. വേണ്ടത് മാത്രം വെക്കുക, വേണ്ടാത്തത് CV-യിൽ നിന്ന് മാറ്റുക. ഇനി എന്തെങ്കിലും നമ്മൾ CV-യിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു നറേറ്റീവ് മനസ്സിലുണ്ടാവുക. ആ നറേറ്റീവ് ബേസ്ഡ് ആയിട്ടായിരിക്കണം നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് കൂടുതലും ആപ്ലിക്കബിൾ ആവുന്നത് കുറച്ചുകൂടെ ഓവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കേട്ടോ. സേ ഫോർ എക്സാമ്പിൾ, മിക്കവാറും വരുന്ന മൈഗ്രൻസ് ഒക്കെ ചിലപ്പോൾ 10 ഇയേഴ്സും 15 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ കാണും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ CV-നെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറച്ചും കൂടെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇൻ്റർമീഡിയറ്റ് ടു സീനിയർ പോലെ ഫീൽ ചെയ്യുന്നത് പോലെയോ, അതല്ലെങ്കിൽ ഈ മാർക്കറ്റിന് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട ഏത് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റിനെ ആയിരിക്കും. Some roles might be asking for people who have 4 years of experience, but not more than 10, because they're not looking for someone who is more experienced than their manager. അപ്പം ഈ മാർക്കറ്റിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പ്രൊഫൈൽ ചെയ്തും കൂടെ നമ്മളൊരു CV ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ഞാൻ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ think about this and try answering these questions that you see in the visuals, and based on it you continue building your CV cover and everything else. And കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ എവിടെയും തൊടാതെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ പറയത്തില്ലേ, ഉറക്കം നമ്മളൊരു സീക്രട്ട് പറയുന്നൊരവസ്ഥയാണ് എനിക്കിതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. സോ നിങ്ങൾക്കിത് അത്യാവശ്യം ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് സെൻഡ് മീ എൻ ഇമെയിൽ. സോ profiling is very important. It's not very important, it's very 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 important. So think about this before you start your job search. So this is it. Thank you. Hope this helps. Small steps, big wins.